ആശാവർക്കർമാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ഡാൻസ് പരിപാടി സെക്രട്ടേറിയറ്റിന് മുൻപിലുണ്ടായിരുന്നു. ആ ഡാൻസ് കളിച്ച ശാലിനി നമ്മളോടൊപ്പം ഉണ്ട്. കാര്യം ഇത്രയും ദിവസം അല്ലെങ്കിൽ 27 ദിവസമായിട്ട് ആശാവർക്കർമാർ സമരം നടത്താണ്. അവർക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്കും അത് വെറും ഒരു നൃത്തമല്ല, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന, അവർക്ക് എല്ലാ രീതിക്കുള്ള കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഡാൻസ് ആണ് നിങ്ങളോട് അവതരിപ്പിച്ചത്. അത് ആ സിനിമ നമുക്കറിയാം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഏറ്റവും വലിയൊരു ആവേശകരമായിട്ടുള്ള പാട്ടാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പാട്ടിൽ തന്നെ നമുക്കെല്ലാം അറിയാം, ആ ഫീൽ ഉണ്ട്. ആ ഡാൻസിൽ ഞാൻ കണ്ടിരുന്നു. അപ്പം എന്താണ് ശാലിനിക്ക് പറയാനുള്ളത്? അതായത് നമുക്കൊരു ടീമുണ്ട്, ഒരു ഡാൻസ് ടീം, വൈറ്റ് റോസ് എന്നാണ് പേര്. ഇതുപോലുള്ള നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന, അനീതിക്കെതിരെ നിലകൊള്ളുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. നമ്മൾ ഈ സമരത്തോട് ഐക്യപ്പെടാതെ വേറെ തരമില്ല, കാരണം അതാണ് നിലനിൽപ്പിൻ്റെ ഒരു ഓപ്ഷനാണത്. അപ്പോൾ നമുക്ക് ഡാൻസായിട്ടും പാട്ടായിട്ടും എല്ലാം കഴിഞ്ഞ 27 ദിവസമായിട്ട് ഞങ്ങളിവിടെ ഓൾറെഡി സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രസംഗങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള ആർട്ട് ഫോമുകൾ, നാടകങ്ങൾ, ഡാൻസുകൾ, പാട്ടുകൾ, വര ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഏറ്റവും നമ്മുടെ ആഗ്രഹം ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ റൈറ്റ്സും കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഡാൻസ് തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിക്കുക എന്ന് പറയുന്നത്, ആ ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഏതോ വലിയ ഔദാര്യമായിട്ടും വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് സർക്കാർ കാണുന്നത്. ദൂർത്തടിക്കാൻ ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷേ ന്യായമായി ശമ്പളം ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ കാശില്ല. അപ്പോൾ അവിടെ ഐക്യപ്പെടുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവർ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ആ ഡാൻസ് ഫോം ആയാലും പാട്ട് ഫോം എന്താണെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് രംഗത്ത് വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം ആർട്ട് എന്ന് പറയുന്നത് അതിനുള്ളൊരു മീഡിയം തന്നെയാണ്. ആർട്ടിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് സമൂഹത്തിലെ അനീതിക്കെതിരെ ചോദ്യം ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നിലനിൽക്കാനും, നീതിക്ക് വേണ്ടി നിലനിൽക്കാനുമുള്ളൊരു അക്കൗണ്ടബിലിറ്റി ആർട്ടിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡാൻസ് ചെയ്തത്. തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.